الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث بالأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തിന്റെ സെക്രട്ടറി പൊന്മുള ഉസ്താദ്, കെ ഉസ്താദ്, സി ഫൈലി, മഹാന്മാരായ ആദരണീയരായ സയ്യിദന്മാർ, ഉലമാക്കൾ, നേതാക്കൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പി ഉസ്താദ്, എല്ലാവരുമായി സുന്നത്തുമായി സംഘടനയും സ്ഥാപനങ്ങളും ഒരുമിച്ച് കൂട്ടി പ്രവർത്തിച്ചൊരു നേതാവാണ്. കൂടുതൽ പ്രായം അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയിട്ടില്ലെങ്കിലും ആ ചെറിയ പ്രായത്തിൽ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ദീനീയായ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ കയ്യിലേൽപ്പിച്ച് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയൊരു ദേഹമാണ് അദ്ദേഹം. ഈ സമയത്ത് ആ ഏൽപ്പിച്ച ദൗത്യം, ആ കാര്യം നമ്മൾ സ്വീകരിക്കുകയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉറപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തകർ ഒരു പാട്ടപ്പിരിവുമായി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി, കേവലം ഒരു ചെറിയ പാട്ടപ്പിരിവ് അല്ല, സാധാരണ പാട്ടപ്പിരിവ് 10 റുപ്യ, 5 റുപ്യ, 50 റുപ്യ ഒക്കെ കൊടുക്കും. ഒരു 500 ചുരുങ്ങിയത് 100 രൂപയിൽ കുറയാത്ത പിരിവ് സംഭാവന ആ ബക്കറ്റിൽ പി ഉസ്താദിനെ സ്നേഹിക്കുന്ന നമ്മൾ അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തില് പി ഉസ്താദിന്റെ സ്മാരക ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങണമെന്നും ഓർമ്മപ്പെടുത്തും. സത്യത്തില് ലോകം എത്ര പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും, എത്രമാത്രം ശാസ്ത്രീയമായ സാങ്കേതികമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന് ഒന്നും നേടാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഓർമ്മപ്പെടുത്തി, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന സമയത്ത്, അല്ലാഹുവിന്റെ റസൂലിന് നബുവത്ത് ലഭിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാര് ലഫീ ളലാലിൻ മുബീൻ, തനി വൃത്തികേടിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു എന്നത്.
ഞാൻ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. വ്യഭിചരിക്കുന്ന മനുഷ്യൻ ഇന്നും ഉണ്ടായിരിക്കും ഒരു പക്ഷേ ആ ആള് ചിന്തിക്കുന്നത് ഞാൻ ചെയ്ത വ്യഭിചാരം അറിവ് അന്നുള്ള മനുഷ്യന്മാര് അങ്ങനെയല്ല. അവരെ വ്യഭിചരിച്ചാൽ ആ വ്യഭിചാരം ലോകം അറിയണമെന്ന് ചിന്തിക്കുന്നവരാണ്. കഅബത്തിന്റെ ചുമരിൽ എഴുതി തൂക്കുകയാണ് രാത്രി സമയത്ത് ആ മനുഷ്യൻ വ്യഭിചരിച്ച വ്യഭിചാരത്തിന്റെ കഥ. മറ്റൊരാളല്ല, സ്വന്തം ചെയ്ത കുറ്റകൃത്യം സ്വന്തം അഭിമാനത്തോടെ അത് ലോകം അറിയണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ. വൃത്തികേട് നോക്ക് നിങ്ങൾ. ഒരു ഉമ്മ പ്രസവിച്ചാൽ ആ സന്താനത്തിനെ, ആ ചോരപ്പൈതൽ സ്വന്തം ഭർത്താവിന്റെ ആ കുട്ടിന്റെ പിതാവിന്റെ കയ്യിലേക്ക് നൽകുകയാണ്. നിങ്ങൾ ഇതിനെ ആ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി കുഴിച്ചു മൂടണമെന്ന്. ഈ രൂപത്തിലുള്ള ക്രൂരത ഇന്ന് നടക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നൊരു കുട്ടി മരിച്ചു പോയാൽ ആ ഉമ്മന്റെ കണ്ണീര്, പ്രയാസം എത്രയാണ്, പിതാവിന്റെ വിഷമം എത്രയാണ്. മഹാനായ റസൂലുള്ളാഹി ഇവിടെ വരുന്ന സമയത്ത് ഉമ്മയാണ് അരുമസന്താനത്തിലെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുന്നത് കൊണ്ടുപോയി കുഴിച്ചു മൂടാൻ നിർദ്ദേശിച്ചുകൊണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇൻകാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തനി വൃത്തികേടിലായിരുന്നു ആ സമൂഹം, അല്ല വൃത്തികേടിൽ മുങ്ങിക്കുടിച്ചവരായിരുന്നു. ആ സമൂഹത്തെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി മാറ്റി വൈസക്കീഹിം, ഏറ്റവും ഉയർന്ന സംസ്കാരത്തിന്റെ ഉടമകളാക്കി. അഥവാ അമ്പിയാക്കന്മാരെ മാറ്റിവെച്ചാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സഹാബിമാരാക്കി മാറ്റി. ഈ ആളുകളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി സ്വഹാബിമാരെന്ന് പറയുന്ന ഉയർന്ന വിഭാഗം. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. അവരുടെ സംസ്കാരത്തിന്റെയും സ്വഭാവത്തിന്റെയും വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഫലമാണ് നാളെ പരലോകത്തിൽ പോകുമ്പോൾ നമ്മളൊക്കെ വിചാരണയും ഇവർക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിൽ എത്താൻ പറ്റുന്നവരാണ്. സിദ്ദീഖുൽ അക്ബർ, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി നബി താലിബ് തുടങ്ങിയ സ്വഹാബിമാർ. ഈ വൃത്തികേടിൽ മുങ്ങിക്കുളിച്ച സമൂഹത്തിനെ അല്ലാഹുവിന്റെ റസൂൽ പരിവർത്തനപ്പെടുത്തി മാറ്റിയെടുത്തു. ഇത്രയും ഉയർന്നവരായി. എന്ന് ഖുർആൻ നേരത്തെ അവരെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത് ഖുർആൻ അവരെ പറ്റി തന്നെയാണ് പറഞ്ഞത്. അവർ ഏറ്റവും ഉയർന്ന പദവിയുള്ള വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനമാണത്. ഈ രീതിയിലുള്ള പരിവർത്തനം ഈ ലോകത്ത് സൃഷ്ടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് സ്വീകരിച്ചിട്ടുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ ഖുർആൻ പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീൻ. പ്രവർത്തനം മോശമാണെന്ന് മാത്രമല്ല, ഒന്നും അറിയാത്തൊരു സമൂഹമായിരുന്നു അവർ. ഉമ്മയ്യീൻ, ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടവർ. ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടവർ എന്നാൽ പ്രസവിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒന്നും അറിയില്ല. വേറെ ജീവികളൊക്കെ പരിശോധിച്ചാൽ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രസവിക്കപ്പെടുന്ന വിരിഞ്ഞു വരുന്ന സമയത്ത് പലതും അറിയാം. മനുഷ്യക്കുഞ്ഞിന് ഒന്നും അറിയില്ല, കരയാനല്ലാതെ മറ്റൊന്നും അറിയില്ല. ഈ സമൂഹത്തിനെ ഇത്രയും വലിയ ഉയർന്ന സ്വഹാബിമാരാക്കി മാറ്റാൻ മുഹമ്മദ് റസൂലുള്ളാഹി ചെയ്തതെന്താ? യത്ലു അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് പരിശുദ്ധ ഖുർആൻ വായിച്ചു കൊടുത്തതാണ്. നിങ്ങൾ ചിന്തിച്ചോ, ഖുർആൻ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഹദീസ് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇവരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ
ആ ഒരൊറ്റ പ്രവർത്തനം കൊണ്ടാണ് ഇവര് സഹാബിമാരെന്ന സിദ്ദീഖുൽ അക്ബറിനെ പോലത്തെ ഉമറുൽ ഫാറൂഖിനെ പോലത്തെ മഹത്തുക്കളായി മാറിയിട്ടുള്ളത്. ഇന്ന് വലിയ ഭരണകൂടം, വലിയ പ്രവർത്തനങ്ങൾ, കോടിക്കണക്കായ രൂപകൾ ചെലവഴിച്ചുകൊണ്ട് സർക്കാരും സംഘടനകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 1000 കള്ളന്മാർ ഈ കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലീസ് അവരെ പിടികൂടും, കണ്ണൂർ സെൻട്രൽ ജയിലിലോ അതുപോലത്തെ ജയിലുകളോ കൊണ്ടുപോയി അടക്കും. ഒരു കള്ളനെ നന്നാക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഇന്ന് 1000 കള്ളന്മാരുണ്ടെങ്കിൽ നാളെ 1010 മാറുന്നു എന്നല്ലാതെ ഒരു കള്ളനെ പോലും നന്നാക്കിയെടുക്കാൻ കഴിയുന്നില്ല. വ്യഭിചാരം ചെയ്യുന്ന 100 പേര് 1000 പേര് ഈ നാട്ടിലുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ പോലും അതൊന്ന് പിന്തിരിപ്പിച്ച് നല്ലവനാക്കി മാറ്റാൻ പറ്റുന്നില്ല. കൊല നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്നിനെ പോലും മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. സർക്കാർ ഈ രംഗത്ത് എത്രമാത്രം കാശ് ചെലവഴിക്കുന്നുണ്ട്. ജയിലും പോലീസ് സ്റ്റേഷനും കോടതിയും അഡ്വക്കറ്റും എന്തെല്ലാം ആളുകൾ ഏതെല്ലാം രൂപത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം ഈ ലോകത്ത് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഇത്തരം ഒരു സംവിധാനവും ഇല്ല, ഒരു പോലീസും ഒന്നില്ല, ഒരു പട്ടാളവും ഇല്ല, ഒരു കോടതിയും ഈ കാണുന്ന രീതിയിൽ ഇല്ല, ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല. മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ മാറ്റിയെടുത്തു. 100% 10%-ല്ല. മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനം തുറന്നപ്പോ ഒരു കുട്ടി പോലും ഒഴിഞ്ഞു പോകാതെ 100% മദീനയിൽ 100% സൗദി അറേബ്യയിൽ 100% പ്രവാചകൻ കാലുകുത്തിയ മുഴുവൻ സ്ഥലങ്ങളിൽ ഇതാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത് പോലീസുകളിലൂടെയോ അല്ലെങ്കിൽ പട്ടാളങ്ങളിലൂടെയോ പോലീസ് സ്റ്റേഷനിലൂടെയോ കോടതിയിലൂടെയല്ല, അവർക്ക് ഖുർആൻ വായിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ അവസ്ഥ. നമ്മൾ ചിന്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ വായിച്ച് ഇത്രയും ഉയർന്നുള്ള സഹാബികളാക്കി മാറ്റിയപ്പോ ഒരു കുട്ടിനെ പോലും അല്ലാഹുവിന്റെ റസൂല് അടിച്ചിട്ടില്ല. അവരെ പ്രവർത്തനം മാറ്റിയെടുക്കാൻ വേണ്ടി, സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി ആകപ്പാട് ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു, ഒരൊറ്റ മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ അടിച്ചിട്ടുള്ളൂ. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഒരൊറ്റ അടി കൊടുത്തു. വളർബ മങ്കിബോ, ചോമലിന് കൊടുത്തു ഒരൊറ്റ അടി. അതേതാ? കള്ളു കുടിച്ചവനല്ല. അല്ലാഹുവിന്റെ റസൂല് ആ ഒരൊറ്റ അടി തന്റെ അനുയായികളിൽ കൂട്ടായി പ്രാർത്ഥന നടത്തും. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം, ആരംഭ റസൂലുള്ളാഹിന്റെ ഖാദിമായ അനസ് റളിയല്ലാഹു തആല അൻഹു 10 കൊല്ലം റസൂലുള്ളാഹിന്റെ ഖാദിമായി സേവനം ചെയ്ത മഹാനാണ് ഈ അനസ് റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് വന്നപ്പോ റസൂലുമായി ഏറ്റവും അടുത്തൊരു കുടുംബമാണ് ഉമ്മു സലീം ബീവിന്റെ കുടുംബം. മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ ഉമ്മു സലീമിന്റെ 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. നബിയെ, നിങ്ങൾ ഇവിടെ പുതിയ ആളാണ്, ഈ നാട്ടുകാരനല്ല, നിങ്ങൾ മക്കത്തുനിന്ന് വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകും. ഞാൻ എൻ്റെ ഒരു കുട്ടിനെ നിങ്ങൾക്ക് സംഭാവന ചെയ്യാണ്. 1000 റുപ്യ സംഭാവന അല്ല, 1,00,000 റുപ്യ സംഭാവന അല്ല. ഉമ്മു സലീം ബീവി ഒരു കുട്ടിനെ അങ്ങോട്ട് സംഭാവന ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവൻ ചെയ്തു തരും. ചെറിയ കുട്ടിയാണ്, 10 വയസ്സേ ഉള്ളൂ, അവനെ കൊണ്ട് കഴിയുന്നത്. ഇവിടുന്ന് എന്തെങ്കിലും പഠിക്കുകയും ചെയ്യാം, അതുകൊണ്ട് ഈ കുട്ടി ഇവിടെ നിന്നോട്ടെ നിറച്ചു. ആ കുട്ടിയാണ് മഹാനായ അനസ് റളിയല്ലാഹു തആല. 10 കൊല്ലം റസൂലുള്ളാഹിന്റെ കൂടെ താമസിച്ചു. റസൂലുള്ളാഹി പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ അനസ് കൂടെ ഉണ്ടാവും. റസൂലുള്ളാഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ കൂടെ അനസും തിരിച്ചു പോരും. റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കുമ്പോൾ അനസും കഴിക്കും. റസൂൽ അങ്ങാടി പോകുമ്പോൾ അനസും കൂടെ ഉണ്ടാവുമ്പോൾ ഒരു നിഴൽ പോലെ തുടർന്ന ഒരു സ്വഹാബിയാണ്.
10 കൊല്ലം കഴിഞ്ഞപ്പോൾ റസൂൽ വഫാത്തായി. അപ്പോൾ അനസിന് 20 വയസ്സായി. ആ അനസ് പറഞ്ഞു, ദഖല അലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ അടുത്ത് വരും. ഫസല്ലാ ബിനാ, ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കും. വദഅ ലനാ ബിഖൈരിൻ, അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഖൈർ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു തരും എന്ന് അനസ് പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ട്. ഇതാണ് റസൂലുള്ളാഹിന്റെ ശീലം. പക്ഷേ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ ഒരു മനുഷ്യരുണ്ട് ഒറ്റക്ക് ഇങ്ങനെ ദ്വാരക്കണം. ചില പള്ളിയിലൊക്കെ കയറിയാൽ കാണാം ഈ മുജാഹിദും ജമാഅത്തും ആയിരിക്കും, അതുപോലെ ഒറ്റക്ക് ഇങ്ങനെ ദ്വാരം. ഇതുപോലെ ഒറ്റക്ക് ദ്വാ ചെയ്യുന്നൊരു മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നി അറാ റുകൂഅക്കും വസുജൂദക്കും വഖുശൂഅക്കും, നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ പുറകിലാണെങ്കിലും നിങ്ങളുടെ റുകൂഉം നിങ്ങളുടെ സുജൂദും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഖുശൂ അടക്കം ഞാൻ കാണും, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ എന്ന് ഈ മനുഷ്യൻ പുറകുന്ന ദുആ ചെയ്യുന്ന റസൂല കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് പോയിട്ട് ഫളറവ മങ്കിബോ ചുമല് കൊടുത്തു ഒറ്റ അടി. അങ്ങനെ ഒരു മനുഷ്യനെ അടിച്ചതല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ആരെയും പഠിച്ചിട്ടില്ല. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ ഓതിക്കൊടുത്ത് അത് പഠിപ്പിച്ച് ആണ് ഇത്രയും വലിയ സ്വഹാബത്ത്. പേര് കേൾക്കുമ്പോഴും പറയുമ്പോഴും റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സുന്നത്തായ സ്വഹാബത്തിനെ വാർത്തെടുത്തിട്ടുള്ളത്. അതാണ് പള്ളി ദർസ്, അതാണ് ഈ അറബിക് കോളേജ്. അത് കാലാകാലമായി തുടർന്ന് നമ്മുടെ നാടുകളിലൊക്കെ ദർസ് സമ്പ്രദായം, കോളേജ് സമ്പ്രദായം ഉണ്ടായി. ആ കൂട്ടത്തിലെ ഒരു സ്ഥാപനമാണ് നമ്മുടെ ബൈത്തുൽ ഇസ, PP ഉസ്താദ് ഉണ്ടാക്കിയ ബൈത്തുൽ ഇസ. ഈ സമൂഹത്തില് കള്ളന്മാര് എത്ര, വൃത്തികേട് മനുഷ്യർ എത്ര, അക്രമികൾ എത്ര. ഇവരെ മാറ്റാൽ ഈ പാഠം അല്ലാതെ, ഈ ഖുർആന്റെ വിശദീകരണമല്ലാതെ സർക്കാർ എത്ര ശക്തമത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ജയിലും കോടതിയും ഒക്കെ ഏർപ്പാട് ചെയ്ത് ഒരൊറ്റ മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ? കണ്ണൂർ സെൻട്രൽ ജയിലൊക്കെ രാവിലെ നല്ല ചപ്പാത്തി ചുടുന്ന പണിയാണ് ഇപ്പൊ അവിടെ ഉള്ളവർക്കൊക്കെ. അങ്ങനെ കേൾക്കാം, പേപ്പറിൽ നമ്മൾ പോയി കണ്ടതല്ല. ചപ്പാത്തിന്റെ പണി രാവിലെ ചപ്പാത്തിയൊക്കെ ചുട്ട് മർക്കസില് ഒരു മന്ത്രി വന്നു, ഞാനിട്ടൊന്നും അറിയില്ല. ചാള് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് 1000 കോഴികളെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഏതൊരു മന്ത്രിയോട്. അപ്പൊ ഈ കോഴിനെ മുഴുവനും കറി വെച്ച് ഈ ചപ്പാത്തി തിന്നു കൂടുകയാണ് അവന്മാര്. എന്നാൽ ഈ ചപ്പാത്തി ഒക്കെ തിന്നു കഴിഞ്ഞാൽ 9 മണിക്ക് അവരൊക്കെ ഒരു കോൺഫറൻസ് ആണ്. എന്താ ചർച്ച? അയ്യടാ, നമ്മൾ ഈ കളവ് നടത്തിയത് വളരെ മോശമായി പോയി, ഇനി മേലിൽ തുടരാൻ പാടില്ല എന്നല്ല. കളവ് നടത്തിയത് പോലീസ് കണ്ടുപിടിച്ചത് നമ്മുടെ ഈ രീതിയിൽ വന്ന ന്യൂനത കൊണ്ടാ, പോരായ്മ. അതുകൊണ്ട് ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് ഒരു നുക്സാനുമില്ലാത്ത രീതിയിൽ കളവ് നടത്താനുള്ള ശ്രമം വേണം. ഇതിനെപ്പറ്റിയുള്ള ക്ലാസ് എടുക്കുകയാണ് ചപ്പാത്തി തിന്നിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരിക്കുന്ന കള്ളന്മാര്, നേതാക്കളും അനുയായികളും. ഒരൊറ്റ ഒന്ന് നന്നാകുന്നുണ്ടോ? പരിശുദ്ധ ഇസ്ലാം അങ്ങനെയല്ല. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ വായിച്ചു കൊടുത്തുകൊണ്ട്, ഖുർആന്റെ ആശയങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി അവരെ മാറ്റിയെടുത്തു. ഇതാണ് നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുന്നതുപോലെ ഇൽമിന്റെ പ്രാധാന്യം, ദർസിന്റെ പ്രാധാന്യം, അറബിക് കോളേജിന്റെ പ്രാധാന്യം, മതപരമായ അറിവിന്റെ പവറാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഇൽമാണ് നമ്മുടെ ബൈത്തുൽ ഇസ, അതിന്റെ കേന്ദ്രം. ഒറ്റ കാര്യം മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ സ്ഥാപനങ്ങൾ ബൈത്തുൽ ഇസ ഇവിടെ ഉണ്ടാക്കി PP. അതോടുകൂടെ PPന്റെ കഴിവും ബുദ്ധിയും നോക്കി നിങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. സ്ഥാപനം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഈ സ്ഥാപനങ്ങൾ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സംഘടന വേണം. SMA അയാൾ സ്ഥാപിച്ചൊരു സംഘടനയാണ്. SYS-ഉം SSF-ഉം ജമിയത്തുൽ മുഅല്ലിമീൻ ഒക്കെ ഉണ്ട്. സംഘടനയില്ലെങ്കിൽ സ്ഥാപനം ഇവിടെ നിലനിൽക്കൂല.
അദ്ദേഹം നല്ലൊരു സംഘാടകനായിരുന്നു. കാരണം നമുക്കറിയാം, ഇവിടെ മുജാഹിദുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അവരെ പ്രവർത്തനം എന്താണ്? ഖുർആനും ഹദീസിലും കക്കുന്ന പ്രവൃത്തി മാത്രമല്ല, പള്ളികൾ കക്കുന്ന ആളുകൾ, പിടിച്ചു പറിക്കുന്ന ആളുകൾ. എത്ര പള്ളി മുജാഹിദുകൾ സുന്നികൾ നിർമ്മിച്ചതാണ്, അവര് പിടിച്ചെടുത്തു. കോഴിക്കോട് മൊയ്തീൻ പള്ളി, പട്ടാളപ്പള്ളി തുടങ്ങിയിട്ട് ലിവാവ് പള്ളി തുടങ്ങിയിട്ട് സുന്നികൾ ഉണ്ടാക്കിയ ഒരുപാട് പള്ളികൾ ഒരുപക്ഷെ ഈ മുജാഹിദ് കേരളത്തിൽ വരുന്നതിന് മുമ്പുള്ള പള്ളികളാ. പൂനൂര് ബഹുമാനപ്പെട്ട വൈലിത്ര മുഹമ്മദ് കുഞ്ഞി മൗലവി 7 ദിവസം പൂനൂരങ്ങാടിയിൽ വെച്ച് വയലു പറഞ്ഞ് പൈസ ഉണ്ടാക്കി. ആറുമരക്കാര ഹജിയും ബഹുമാനപ്പെട്ട അവേലത്ത് സയ്യിദന്മാരും ഒരുമിച്ചു നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് മനോഹരമായ കെട്ടിടം പള്ളി പൂനൂരങ്ങാടിയിൽ. മുജാഹിദ് പിടിച്ചെടുത്തു. അവസാനം AP ഉസ്താദും അവേലത്ത് തങ്ങളും കേരളം മുഴുവനും നടന്ന് അക്കാലഘട്ടത്തിൽ 1,00,000 രൂപ ഉണ്ടാക്കി. അത് കൊടുത്തിട്ട് രണ്ടാമത് പള്ളി വാങ്ങേണ്ടി വന്നു, മുജാഹിദുകൾ കൈവശപ്പെടുത്തിയ പള്ളി. പക്ഷേ തങ്ങളും AP ഉസ്താദുള്ളോട് തിരിച്ചു കിട്ടി. കാരക്കുന്ന് പള്ളി സുന്നികളുടേതാണ്, മുജാഹിദിന്റെ കൈവശത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കാം, അങ്ങനെ ഒരുപാട് പള്ളികൾ അവർ പിടിച്ചെടുത്തു. നമ്മളോട് പള്ളികൾ മാത്രമല്ല, വലിയ വലിയ സ്ഥാപനങ്ങൾ അവർ പിടിച്ചെടുത്തു. പണക്കാര്, കുഴപ്പത്തൊടി കുടുംബം അവരെ സമ്പത്ത് വഖഫ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച സ്ഥാപനമാണ് വായക്കാട് ദാറുൽ ഉലൂം എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം. ഈ കേരളത്തിലെ മുഴുവൻ ആലിമീങ്ങളും അവിടെ പഠിപ്പിച്ചവര് അല്ലെങ്കിൽ പഠിച്ചവരാണ്. കേരളത്തിലെ ഏറ്റവും അറിയുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കുത്തുബി. അദ്ദേഹം ആ സ്ഥാപനത്തിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. വാഴക്കാട് ദാറുൽ ഉലൂമിൽ. ആയഞ്ചേരിയിലെ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതേ കുത്തുബിന്റെ ശരീക്കാണ്, വലിയ പണ്ഡിതനാണ്, ദാറുൽ ഉലൂമിൽ പഠിച്ച ആളാണ്. ചാലിയിലകത്ത് കുഞ്ഞ് അഹമ്മദാജി എന്ന് പറയുന്ന കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും ഉസ്താദ്, കുത്തുബിന്റെ പോലും ഉസ്താദ്. അദ്ദേഹം ആ ദാറുൽ ഉലൂം എന്ന സ്ഥാപനത്തിൽ പ്രിൻസിപ്പാളായി സേവനം ചെയ്ത മഹാപണ്ഡിതനാണ്. അങ്ങനെ കേരളത്തിൽ ഉള്ള കഴിഞ്ഞ കാല വലിയ വലിയ പണ്ഡിതന്മാർ മുഴുവൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സ്ഥാപനമാണ് ദാറുൽ ഉലൂം. കുഴപ്പത്തൊടികൾ എന്ന വലിയ പണക്കാര് സ്ഥാപിച്ചതാണ്. ഒരുപാട് സ്വത്ത് ആ കാലഘട്ടത്തിലെ അധികാരിമാരായതുകൊണ്ട് അവർക്ക് ഒരുപാട് ഭൂമിയുണ്ട്. ഒപ്പ് ചെയ്തുകൊണ്ട് ഇന്നത് മുജാഹിദിന്റെ കയ്യിലാ. നിങ്ങൾ ആലോചിച്ചതോ, മുജാഹിദുകൾ പിടിച്ചെടുത്ത്. അങ്ങനെ കേരളത്തിലെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ ഖുർആനിലും ഹദീസിലും മാത്രമല്ല, സ്ഥാപനങ്ങളിലും പള്ളികളിലും തട്ടിപ്പ് നടത്തുന്നവരാണ് ഈ മുജാഹിദുകൾ. ഞാനിത് പറയുന്നത് ചിലര് ചിന്തിക്കും ഇതിന് കുഴപ്പമൊന്നുമില്ല, ഒരു നമ്മളെക്കാൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്, നമ്മളെക്കാൾ നിസ്കരിക്കുന്നവരാണ്. പക്ഷേ അക്രമമാണ് ഏത് രംഗത്തും. പള്ളിയാവട്ടെ സ്ഥാപനമാവട്ടെ, നമ്മുടെ സംഘടന രംഗത്ത് വന്നതിന് ശേഷമാണ് ആ പ്രവർത്തനം അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. അവരുടെ സ്ഥിതി അതാണ്. ഖുർആനിലും ഹദീസിലും ബുർദയിലടക്കം നിങ്ങൾ പരിശോധിച്ചോ, പഴയ കാലത്തുണ്ടാക്കിയ ഇമാം ബൂസരി ഉണ്ടാക്കിയ ബുർദ പോലും ഇവന്മാര് കട്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ ഈ ബുർദ മാത്രമല്ല ഉണ്ടാക്കിയത്, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ഖസീദകളും ഗ്രന്ഥങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഏത് കാലത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്റെ ഹൃദയം എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തിനെ ആലോചിച്ചുകൊണ്ടാണുള്ളത് എന്ന് ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ട് ഇമാം ബൂസരി പറഞ്ഞു, وجدته لخلاء في خير ملتزمين. وجدته لخلاء في خير ملتزمين.
ബഹുമാനപ്പെട്ട ഉസ്താദാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒതുക്കങ്ങള് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദ് സൈനുദ്ദീൻ മുസ്ലിയാരുടെ ഉറൂസ് നടക്കുന്നുണ്ട്. അവിടെ പങ്കെടുത്ത് ആണിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത്. സാദിന്റെ പ്രസംഗം തുടങ്ങി പറഞ്ഞാൽ മുജാഹിദ് ചെയ്ത കള്ളത്തരം. ഇമാം ബൂസിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ രചിച്ച് ഖസീദകൾ രചിച്ച് എല്ലാ സമയത്തും എന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലാണുള്ളത്. എന്തിനാണ് ഈ ഖസീദ രചിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നത് എന്റെ ഹൃദയം സദാ റസൂലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം പറഞ്ഞു മുൻദു അൽസംതു അബ്കാരി മദായിഹു വജദ്തുഹു ലിഖലാസി ഖൈറ മുൽതജിബി. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുന്നു ലിഖലാസി, എന്റെ പ്രയാസ സമയങ്ങളിൽ, എന്റെ വിഷമ സമയങ്ങളിൽ, എന്റെ ബുദ്ധിമുട്ടിന്റെ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഖൈറ മുൽതജിബി. അങ്ങനെ എന്നെ രക്ഷയിൽ ഏറ്റവും എന്നാണ് ഇമാം ബൂസിരി പറഞ്ഞത്. ഇബ്നു ഹജർ തങ്ങള് ബുർദക്ക് ശറഹ് എഴുതിയപ്പോഴും ഇബ്നു ഹജർ തങ്ങൾ വക്കീലുമായതും രേഖപ്പെടുത്തി. പക്ഷേ ഇവര് ബുർദ പോലും മാറ്റി. അവരെ തിരൂരങ്ങാടി പ്രസിൽ നിന്ന് പുറത്തു വന്ന പല മൗലിദ് കിതാബുകളും പരിശോധിച്ചാൽ ചെറിയൊരു മാറ്റം കണ്ടാൽ ചെറുതാണ്, സംഗതി വളരെ ഗുരുതര. മുജാഹിദ് എഴുതി പ്രസില് റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിരുന്നത് എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ്. പക്ഷേ ഗൈറ മുൽതസിമി, എന്നെ ഏറ്റെടുക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയൂല, എന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയൂല. ഗൈറ മുൽതസിമി. ഹലോ, മൈക്ക് പോയതാണ്. ഷമീം കേൾക്കുന്നുണ്ടോ? ഷമീം മൈക്ക് എടുത്തോളൂ. മൈക്ക് പോയിട്ടുണ്ട്. ആരും മൈക്ക് എടുക്കണം കാണാനില്ല. കറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലത്തെ വലിയ ആലിമീങ്ങളും ഉഹ്റവിയായ പണക്കാരും ഉണ്ടാക്കിയ ഒരു പള്ളിയാണത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി പിടിച്ചെടുത്ത്, ജമാഅത്തെ ഇസ്ലാമി കൈവശപ്പെടുത്തി. സത്യത്തിൽ ഈ 1941 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നത്. അതിന് മുമ്പുള്ള പള്ളിയാ, അതിന് മുമ്പുള്ള ആളുകളാണ്. അവർ നിർമ്മിച്ച പള്ളി ഇവർ തട്ടിയെടുത്തു. ഈ രൂപത്തിൽ പള്ളികൾ
ഷമീം മൈക്ക് പോയല്ലോ. ഷമീം കേൾക്കുന്നുണ്ടോ? ഷമീം കേൾക്കുന്നില്ല, മൈക്ക് പോയിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നില്ലല്ലോ. പറഞ്ഞാ മതി. പി പോയാലപ്പോ ബൈത്തലിന്റെ കാര്യമൊക്കെ പോക്കാ, അത് വലിയൊരു ആപത്താ. ഒരു മനുഷ്യന്റെ നാവെന്ന് വന്നാ മതി, ആളുകൾ ക്ഷീണിച്ചു പോകും, ആളുകൾ ശ്രദ്ധിക്കാതെ പോകും. പി പോയെങ്കിലും സ്ഥാപനം ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ പറയണം. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ അവരെ കൊണ്ട് സഹായിപ്പിച്ച് ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഒരുപാട് പണക്കാർ ഇവിടെ സ്റ്റേജിലുണ്ട്, എനിക്കറിയാം. ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. ആ വലിയ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനവും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു തആല ആ പീപ്പിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു തആല റഹ്മത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹം ഒന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സത്യത്തിൽ സമ്പാദിച്ചിട്ടില്ല. അദ്ദേഹം സമ്പാദിച്ച കോടികൾ ഈ സ്ഥാപനമടക്കം സമൂഹത്തിനുള്ളതാണ്. നമുക്ക് അയാളോട് നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് സഹായിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. നാം ആ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അല്ലാഹു അവർക്ക് റഹ്മത്ത് നൽകുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും അല്ലാഹു നൽകുമാറാവട്ടെ. അദ്ദേഹത്തിനും അല്ലാഹു തആല ഇതിന്റെ പ്രതിഫലം ഖബറിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന ഇത് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദന്മാരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.